സത്യം പറഞ്ഞാൽ 220യുടെ ഏറ്റവും ബെസ്റ്റ് വെർഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒരേ സ്വരത്തിൽ പറയും BS3 എന്ന്. സത്യം പറഞ്ഞാൽ BS3 അല്ല. യോജിക്കുന്നവരുണ്ടെങ്കിൽ 2024 എന്തിനെടുക്കണം എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട്. എന്തെല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഈ ലെജൻഡിന് മുന്നേ വെച്ച് നിർത്തിയിട്ട് ഞാൻ എന്താണ് ഈ പറയുന്നത് നിങ്ങൾ ചിന്തിക്കേണ്ട. നമ്മൾ കഴിഞ്ഞ വർഷവും ഇതിൻ്റെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അത് വണ്ടി തിരിച്ച് വന്ന സമയത്ത് നമ്മൾ ഇട്ട വീഡിയോ ആണ് കേട്ടോ. ഈ വണ്ടി ഡിസ്കണ്ടിന്യൂ ആയി പോയിട്ട് തിരിച്ച് വന്ന സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇട്ടൊരു വീഡിയോ ആയിരുന്നു. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് 220 ആണ്. ഇത് ഏത് കൊച്ചു പിള്ളേർക്ക് വെച്ചാലും ഇത് ഏത് വണ്ടിയാണെന്നുള്ള കാര്യം നമുക്ക് പറയാനായിട്ട് സാധിക്കും. ഏകദേശം 17 വർഷമായിട്ട് നമ്മുടെ മാർക്കറ്റിൽ ഒരു ചേഞ്ചും ഇല്ലാതെ പോയിക്കൊണ്ടിരുന്നൊരു വണ്ടിയാണ്. ഇപ്പോൾ ഒരു ചേഞ്ച് വന്നു ഗൈസ്. കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. വണ്ടിയിലോട്ട് കയറി ഇരുന്നിട്ട് ഇത് ഏത് വണ്ടിയാണെന്നുള്ള കാര്യം പറഞ്ഞത് വെച്ച് കൂടിപ്പോയെന്നറിയാം. എന്നാലും ഞാനതങ്ങ് ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ കാണിച്ചു തരാം. കണ്ട, ഇപ്പം നിലവിൽ ഫുള്ളി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോൾ വിത്ത് ബ്ലൂടൂത്ത് നാവിഗേഷനും കാര്യങ്ങളൊക്കെ വരുന്ന അപ്ഡേഷനും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് ഗൈസ്. അപ്ഡേഷൻ അതിഭീകരമായിട്ടുള്ളൊരു അപ്ഡേഷനാണ്. സ്റ്റിൽ ബൾബാണ് വണ്ടിയിൽ വരുന്നത്. അപ്പം ഈ ബൾബ് ഇൻഡിക്കേറ്റർ നിർത്തിയിട്ട് അപ്ഡേഷൻ്റെ പേരും പറഞ്ഞ് ഫുള്ളി ഡിജിറ്റൽ കൊണ്ടുവന്ന് എന്തിനാണെന്ന് എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ ഒരു ഡിസൈനിൻ്റെ വ്യത്യാസം വരുത്താതെ. അപ്പോൾ എന്തുവാണേലും ഞാനൊരു കാര്യം പറയുക, ഈ വണ്ടിയിൽ NS വന്നത് പിന്നെയും കുഴപ്പമില്ല. ഈ ഒരു വണ്ടിയിൽ ആ ഒരു ഡിജിറ്റൽ കൺസോൾ തന്നെ ആയിരുന്നു നല്ലത്. അനലോഗ് ഡിജിറ്റൽ കൺസോളും. എന്തായാലും നമുക്ക് വണ്ടിയിലോട്ട് കയറിയിരിക്കാം. റോഡാണിത്, കൂടുതലൊന്നും പറയുന്നില്ല. വണ്ടി നമുക്ക് ഓടിക്കാം. USB ചാർജിങ് പോർട്ടൊക്കെ വന്നിട്ടുണ്ട്. എന്താ സ്മൂത്ത് എൻജിൻ. ആ ഒരു സ്റ്റിൽ പഴയ എൻജിനാണ്, സ്റ്റിൽ പഴയ ഡിസൈനാണ്, സ്റ്റിൽ പഴയ ഇൻഡിക്കേറ്റർ, സ്റ്റിൽ പഴയ ഫീച്ചേഴ്സ്, സ്റ്റിൽ പഴയ പവർ ഫിഗേഴ്സ്. എന്തുകൊണ്ട് അവർ ഈ ഒരു മീറ്റർ കൺസോൾ കൊണ്ടുവന്നു ഐ ഡോണ്ട് നോ. എന്തുവാണേലും നല്ല നമുക്ക് എനിക്ക് ഇഷ്ടമായില്ല കേട്ടോ എന്തുവാണേലും. ബട്ട് കാണാൻ കുഴപ്പമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഇപ്പോൾ ഇറങ്ങുന്ന വണ്ടികളൊക്കെ പോലെ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിസൈനായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷേ എനിക്ക് സ്റ്റിൽ പ്രിഫർ ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ അനലോഗ് പ്ലസ് ഡിജിറ്റലാണ്. 220യുടെ ആ ഒരു ലെഗസി എന്ന് പറയുന്നത് തന്നെ ആ ഒരു മീറ്ററൊക്കെ തന്നെ ആയിരുന്നു. 220 അവരെപ്പോഴും ആ ഒരു പഴയ തനതായിട്ടുള്ള ഫീലിൽ നിലനിർത്തണമായിരുന്നു. അന്നേരമായിരുന്നു കുറച്ചും കൂടെ രസം. NS മാറ്റിയത് ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. 220 എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, അതിൻ്റെ ഓരോ എലമെൻറ്റും ഓരോ പാട്ടും നമ്മുടെ ഒരു വികാരമാണ്. ഒരു ഇന്ത്യൻ ബൈക്കിംഗ് ജനതയുടെ ഒരു ഫീലാണ് 220 എന്ന് പറയുന്നത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാനിപ്പോൾ NS 400 ഓടിച്ചിട്ട് കൊണ്ടുവച്ചതേ ഉള്ളൂ. സ്റ്റിൽ ഇതിനകത്തോട്ട് കയറി ഇരുന്ന സമയത്ത് തരുന്ന ഒരു ഫീൽ ഒന്നും പറയാനില്ല. അതായത് ഫീൽ എന്ന് പറഞ്ഞാൽ ആ ഒരു കംഫർട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല സീറ്റ്, നല്ല റൈഡിങ് പൊസിഷൻ, നല്ല സ്മൂത്തായിട്ടുള്ള എൻജിൻ. എന്നാ പറയാ, എത്ര കിലോമീറ്റർ ആണെങ്കിലും ഇരുന്നങ്ങ് ഓടിക്കാം. അത്രയ്ക്ക് ഒരു നല്ലൊരു എന്താ പറയുക, കോമ്പാക്റ്റ് ഡിസൈനാണോ അതോ എന്നാ പറയുക. ബജാജ് അന്നത്തെ കാലത്ത് സത്യം പറഞ്ഞാൽ KTM ടൈപ്പ് പോലും ഇല്ല. എന്നിട്ട് എങ്ങനെ ഈ ഒരു വണ്ടി അവർ ഡിസൈൻ ചെയ്തെടുത്തു ഒന്നും ഒരു പിടിയില്ല. സസ്പെൻഷനൊക്കെ പഴയതുപോലെ തന്നെ ടെലിസ്കോപ്പിക്കാണ്. ബാക്കിൽ മോണോഷോക്കല്ല, ഡ്യുവൽ ഷോക്ക് ഒബ്സറാണ് വരുന്നത്. ക്ലച്ചൊക്കെ അത്യാവശ്യം നല്ല ടൈറ്റാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. വണ്ടി എന്ന് പറഞ്ഞാൽ പഴയ ഔട്ട്ഡേറ്റഡ് ഡിസൈൻ തന്നെയാണ്. പക്ഷേ അതാണ് എല്ലാവർക്കും ഇഷ്ടം 220. എപ്പോഴാണ് നമുക്കെല്ലാം മനസ്സിലായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു തവണ F250 വന്ന സമയത്ത്, ഇതിനെ റീപ്ലേസ് ചെയ്ത് F250 വന്ന സമയത്ത് ആണ് നമ്മളെല്ലാവരും ആ ഒരു ഇതിൻ്റെ ഒരു വില സത്യം പറഞ്ഞാൽ മനസ്സിലാക്കിയത്. അത്രയ്ക്ക് കിണ്ണം വണ്ടിയാണ് 220 എന്ന് പറയുന്നത്. അത്രയ്ക്ക് കിണ്ണം. എനിക്ക് എങ്ങനെ ഈ ഒരു വണ്ടിയെ പറ്റി പറയണമെന്ന് അറിയത്തില്ല. ഒരു 2 വാൽവ്, ഒരു ഓയിൽ കൂൾഡ് ഓൾഡ് സ്കൂൾ സ്പെക്ക് വരുന്ന ഒരു എൻജിനാണ്. ഒരു 5 സ്പീഡ് ഗിയർ ബോക്സൊക്കെ ഈ വണ്ടിയിലുള്ളൂ. പക്ഷേ ഇവൻ പുല്ല് പോലെ 140 കയറും. 140 കയറാൻ വേണ്ടിയിട്ട് ഞാൻ പ്രകോപിപ്പിക്കുന്നതല്ല. എൻജിൻ്റെ ആ ഒരു കേപ്പബിലിറ്റി സ്റ്റോക്കിൽ തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് തന്നതാണ് കേട്ടോ. ഇപ്പോൾ ഒരു 2 വാൽവ് എൻജിൻ ഇത്രയൊക്കെ നല്ല പോലെ 5 സ്പീഡ് വെച്ചിട്ട് ഇത്രയും 220 cc കയറുന്നുണ്ടെങ്കിൽ നല്ലൊരു കേപ്പബിൾ ആയിട്ടുള്ളൊരു വണ്ടി ആയതുകൊണ്ട് തന്നെയാണ്.
പിന്നെ ആ സമയത്തൊക്കെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ടൂറിങ് കേപ്പബിലിറ്റി എന്നൊക്കെ പറഞ്ഞാൽ അതിഭീകരമായിരുന്നു. കാര്യം നമ്മളൊരു വിൻ പോക്കറ്റിലിരിക്കുന്നൊരു ഫീലൊക്കെ ആയിരുന്നു വണ്ടിയിൽ നമുക്ക് തരുന്നത്. പിന്നെ പവറൊക്കെ നല്ല ലീനിയറാണ്, പഴയതുപോലെ അങ്ങനെ റോ ഫീലോ കാരണമൊന്നും തന്നെ ഇല്ല. FI വന്നതോടുകൂടി ആ ഒരു റോ ഫീലൊക്കെ അങ്ങ് പോയി, കുറേ സ്മൂത്തായി വണ്ടി. സത്യം പറഞ്ഞാൽ 220യുടെ ഏറ്റവും ബെസ്റ്റ് വെർഷൻ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് ഒരേ സ്വരത്തിൽ പറയും BS3 എന്ന്. സത്യം പറഞ്ഞാൽ BS3 അല്ല. യോജിക്കുന്നവരുണ്ടെങ്കിൽ കമൻറ്റ് അഭിപ്രായം താഴെ കമൻറ്റ് ഇടുക. BS4 ആണ് 220യുടെ ഏറ്റവും കിടിലം വെർഷൻ എന്ന് പറയുന്നത്. അതായത് നല്ല പവറും നല്ല പോലെ റോ ഫീലും തരുന്നൊരു വണ്ടിയായിരുന്നു കേട്ടോ ആ ഒരു വണ്ടി എന്ന് പറയുന്നത്. സ്റ്റിൽ എന്തോ ആ ഒരു വണ്ടി അധിക നാൾ ഇന്നില്ല. അതിനു മുമ്പായിട്ട് BS6 മിഷനും കേരളമൊക്കെ വന്ന് FI വന്നതോടുകൂടി 220 കുറേ സ്മൂത്തായി. ഓൾറെഡി 220 എന്ന് പറഞ്ഞ വണ്ടി സ്മൂത്താണ്, ഇപ്പം കുറേ കൂടെ സ്മൂത്തറായി ആ ഒരു വണ്ടി. ഇപ്പം നിലവിലത് ഡിജിറ്റൽ മീറ്ററൊക്കെ ആയിട്ട് വളരെയധികം പരിഷ്കാരം പൂണ്ട് വിളയാടി വന്നിരിക്കുകയാണ് 220യിൽ. അപ്പോൾ എന്തായാലും 220 ഇനിയിപ്പം ഡിജിറ്റൽ മീറ്റർ എന്നല്ല, ഇനി എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ 220 എടുക്കാൻ നിൽക്കുന്നവർ 220 തന്നെ എടുക്കത്തുള്ളൂ. പക്ഷേ ഇതെപ്പോഴും ഒരു ഹാർഡ് ബ്രേക്കൺ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും. ഇപ്പം വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയൊക്കെ വിരമിച്ചല്ലോ. അപ്പം നമ്മളൊരിക്കലും ഇനിയിപ്പം അവരുടെ അതോടുകൂടി കളി കാണത്തില്ല എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ തെറ്റാണ്. ഓരോ കാലഘട്ടത്തിലും ഓരോ ആൾക്കാരുണ്ടല്ലോ. നമ്മുടെ കാലഘട്ടം കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് തലമുറ വരാനുണ്ട്. അതുപോലെ തന്നെ 220 എന്ന് പറഞ്ഞ ഒരു വണ്ടി എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എവർഗ്രീൻ ഹീറോ. അപ്പോൾ ഒരു അപ്ഡേഷനൊക്കെ കൊണ്ടുവന്നതിൽ തെറ്റുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇല്ല. ഇനിയിപ്പോൾ ഞാനൊരു പുതിയ 220 എടുക്കുമെന്ന് വെച്ചാൽ കഴിഞ്ഞാൽ ഇല്ല. ലുക്ക് എന്ന് പറയുന്നത് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സ് നിറയുമായിരുന്നു, പ്രത്യേകിച്ച് രാത്രിയൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത്. 21 bhp 19 Nm ടോർക്കുമാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. ലീനിയർ എന്നൊക്കെ പറഞ്ഞാൽ ബട്ടർ ലീനിയറാണ് വണ്ടിയുടെ ഒരു സ്മൂത്ത്നെസ് എന്ന് പറയുന്നത്. ഗിയർ ബോക്സ് എന്നൊക്കെ പറയുന്നത് അത്ര പ്രിസൈസ് ആയിട്ടുള്ള ഗിയർ ബോക്സും കാര്യങ്ങളൊന്നും തന്നെ അല്ല, കുറച്ച് എന്താ പറയണ്ടേ ക്ലങ്കി ആയിട്ടുള്ള ഗിയർ ബോക്സും കാര്യങ്ങളൊക്കെയാണ്. എന്നിരുന്നാലും ഞാൻ ഈ വണ്ടിയുടെ കുറവുകൾ ധൈര്യത്തോട് പറയുന്നത് എന്താ അറിയുക, ഈ എത്ര കുറവ് പറഞ്ഞതെന്ന് പറഞ്ഞാൽ 220യുടെ ഒരു ഫാൻ ബേസ് എന്ന് പറഞ്ഞാൽ ഈസ് ഡിഫറെൻറ്റ്. ഈ വീഡിയോ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും ഒരു റിവ്യൂ വീഡിയോ, ഒരു പ്രോപ്പർ റിവ്യൂ വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യുന്നൊരു വീഡിയോ അല്ല. ജസ്റ്റ് നമ്മൾ ഓരോ കാര്യങ്ങൾ ഈ വണ്ടിയിൽ വന്നിട്ടുള്ള സ്റ്റിൽ എങ്ങനെയുണ്ട് എന്ന് കാര്യങ്ങൾ എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുന്നൊരു വീഡിയോ ആണ് കേട്ടോ. കാര്യം നമ്മൾ പണ്ട് തൊട്ടേ ഓടിക്കുന്നൊരു വണ്ടിയാണ് ഈ 220 എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തൊരു മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ച് ആണോ എന്തൊരു മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ച് വന്നാലും നമുക്ക് മനസ്സിലാവും. ബ്രേക്കിംഗ് ഒക്കെ ഇറ്റ്സ് ഇനഫ്, ഇത് മതി ഈ ഒരു വണ്ടിയിൽ. പിന്നെ ബജാജിൻ്റെ ആഷ്വൽ പറഞ്ഞ് ഇപ്പോൾ എൻ്റെ ഇംഗ്ലീഷ് വളരെ മോശമാണെന്നാണ് നിങ്ങൾ പറയുന്നത്. മോശമായിരിക്കാം, ഞാനൊരു മലയാളിയാണ്ടാണ്, പിന്നെ അധികം ഇംഗ്ലീഷിൽ സംസാരിക്കുന്നൊരു വ്യക്തിയല്ല. എന്നിരുന്നാലും മാക്സിമം ട്രൈ ചെയ്യുകയാണ്. എന്തായാലും അച്ചടി മലയാളത്തിൽ പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ ബാക്കിലത്തെ ബ്രേക്ക് കുറച്ച് മോശമാണ്, അത് ബജാജിൻ്റെ എല്ലാ വണ്ടികളിലും കാണുന്നത് പോലെ ഇച്ചിരി മോശമാണ്. പിന്നെ ഗിയർ ക്ലച്ചൊക്കെ അത്യാവശ്യം നല്ല ടൈറ്റാണ്. പിന്നെ ഇതാണ് ഈ വണ്ടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത, കുത്തിക്കയറ്റി കൊണ്ടുപോകാം. അത്യാവശ്യം നല്ല ഒടിവും കാര്യങ്ങളൊക്കെ ഉണ്ട് വണ്ടിയിൽ. എനിവേ വണ്ടി സ്റ്റിൽ 2024 എന്തിനെടുക്കണം എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും, ഒന്നാമത്തെ കാര്യം ഇറ്റ്സ് ഓൾ അബൌട്ട് ഇമോഷൻ. രണ്ടെന്ന് പറയുന്നത് വണ്ടിയിൽ ഇപ്പോഴും നമുക്ക് ഈ വണ്ടിയിൽ മാറ്റി വയ്ക്കാൻ പറ്റാത്ത, മറ്റുള്ള വണ്ടികളിൽ കിട്ടാത്ത ഒരുപാട് ഗുണങ്ങൾ ഈ വണ്ടിയിലുണ്ട്. അതായത് റൈഡ് കംഫർട്ട് ഒന്ന്. രണ്ടെന്ന് പറയുന്നത് ഒരു മെയിൻ്റനൻസ് വൈസ് നോക്കാനാണെങ്കിൽ, പിന്നെ മൈലേജ് വൈസ് ആണെങ്കിലും പെർഫോമൻസ് വൈസ് ആണെങ്കിലും വണ്ടിയിൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ. അതായത് ഇപ്പോൾ ഒരു 135 ഒക്കെ സിമ്പിളായിട്ട് കയറുന്ന ഒരു വണ്ടിയാണ്. അതുപോലെ തന്നെ ഒരു 45-50 മൈലേജും വേണമെങ്കിൽ തരാൻ ശേഷിയുള്ള ഒരു വണ്ടിയും കൂടാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഓൾ ഇൻ യൂസ്, വൺ യൂസായിട്ട് നമുക്ക് വേണമെങ്കിൽ ഒരു വണ്ടി യൂസ് ചെയ്യാം. ദാറ്റ്സ് ഇനഫ്. ഈ ഒരു വണ്ടിയെ പറ്റി എനിക്ക് പറയാനുള്ളത് എന്ന് പറയുന്നത്, കൂടുതൽ ടെക്നിക്കലായിട്ട് ഹീറ്റിംഗ് ഉണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഗിയർ ബോക്സൊക്കെ എങ്ങനെയുണ്ട്, വൈബ്രേഷൻസ് ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും തന്നെ ഞാൻ പറയുന്നില്ല. വണ്ടി ഓടിക്കുന്ന സമയത്ത് നല്ല സ്മൂത്താണ്, നല്ല കംഫർട്ടാണ്. അത് മാത്രമേ ഞാനിപ്പോൾ നിലവിൽ പറയുന്നുള്ളൂ ഈ ഒരു വണ്ടിയെ പറ്റി. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇതൊരിക്കലും ഒരു പ്രോപ്പറായിട്ടുള്ളൊരു റിവ്യൂ ആയിട്ട് നിങ്ങൾ കാണണ്ട. വണ്ടി നല്ല അടിപൊളി എടുക്കാൻ പൂച്ചയായിട്ടാണ് വണ്ടി കയറുന്നത് കേട്ടോ. ഓക്കെ, അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.